ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വീതു വ്ളോഗ്സ്. ഓണസദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലേക്ക് 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടോളൂ. ഇനി ഇതേപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക, പാലും പഞ്ചസാര ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് ഉണങ്ങലേരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 20 to 25 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയുള്ള പ്രോസസ്സാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ പാൽ ഒന്ന് ബോയിലാവാൻ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് കുക്കറിൻ്റെ ലിഡ് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം വിസിലിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. വിസിൽ വരാതെ ശ്രദ്ധിക്കുക. അഥവാ വിസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ബാക്കിയുള്ള സമയത്തിന് വേണ്ടി വെക്കുക. പിന്നെ 30 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 1 അവർ കുക്കർ ഓപ്പൺ ചെയ്യരുത്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇളം ചൂട്ടിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ 1 അവറിന് ശേഷം നമ്മൾ ഈ കുക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് നമുക്ക് പായസം കിട്ടുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ പായസം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഈ പ്രാവശ്യം ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ വേറെ റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്